ഒരു ഫേസ് പാക്ക് പൗഡർ തയ്യാറാക്കാൻ പോവുകയാണ്. ഇവിടെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് പൗഡേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഒന്നാണ് ഇത് മഞ്ഞൾപ്പൊടി, സാൻഡൽവുഡ് പൗഡർ, ഇത് കോൺഫ്ലോർ, ഇത് ബേസൻ കടലമാവ്, രക്തചന്ദനപ്പൊടി, ഇത് റോസ് പെറ്റൽസ്, അതേപോലെ മുൾത്താനി മട്ടി, ഇത് അഗൈൻ ഇത് സാൻഡൽവുഡ് പൗഡർ. ഇത്ര സാധനം മാത്രമാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഒരു ബൗളെടുക്കാം. നമ്മളിപ്പോൾ ഇത് തന്നെ ചന്ദനപ്പൊടി കിടന്ന ഒരു ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോന്നായിട്ട് നമുക്കിടാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കടലമാവിടാം. ഓക്കെ, കടലമാവ് നമുക്കൊരു മൂന്ന് കരണ്ടി ഇടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, ഇതിലൊരു ഉപ്പിനാണ് നമ്മൾ തയ്യാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദി അതിനിടയ്ക്ക് കയറി വന്നു. ഉപ്പിനാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ ഒരുപാട് വേണമെങ്കിൽ ഒരുപാടിടാം, അല്ലെങ്കിൽ കുറച്ച് നമുക്കിടാം. അതിനുശേഷം ഇത് ഞാൻ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായി നമ്മളെ വീട്ടിൽ വളർത്തിയ മഞ്ഞ പൊടിച്ച് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ല കളറാണിത്. പുറത്ത് നമ്മളെ ശരീരത്തിൽ ഫുൾ ബോഡി വൈറ്റനിങ്ങിന് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ അത് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് കുടമഞ്ഞളാണ്. ഇത് കുടമഞ്ഞൾ വേണമെങ്കിൽ നമുക്ക് കുടമഞ്ഞളിടാം. അപ്പോൾ എനിക്ക് കുടമഞ്ഞൾ ഞാൻ എടുക്കുന്നില്ല, അതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കടുത്തത് സാൻഡൽവുഡ് പൗഡർ, എല്ലാവരെങ്കിൽ രക്തചന്ദനപ്പൊടി ഇടാം. അപ്പോൾ രക്തചന്ദനപ്പൊടി തീരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് നമ്മുടെ ഒരു അളവുണ്ടല്ലോ, അതിന് വേണ്ടി നമ്മൾ ഇത്തിരി പോലെ ഒത്തിരി രക്തചന്ദനം ഒരു 2 കരണ്ടിക്ക് ഒരു 2 കരണ്ടി ഇട്ടു. അപ്പോൾ അടുത്തത് റോസ് പെറ്റൽ പൗഡറാണ്. ഇതും തീരാറായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അളവൊന്ന് നമ്മുടെ ഒരു കണക്കുണ്ടല്ലോ, അതേപോലെ നമുക്ക് ഇങ്ങനെ ഇത്തിരി ഇടാം. ഓക്കെ, അതിനുശേഷം നമുക്ക് സാൻഡൽവുഡ് പൗഡർ എടുക്കാം. ഇത് ഫേസ് ആൻഡ് ബോഡി കെയറാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കൂടി, ഇത് രക്തചന്ദനം ചുവപ്പാണ്, ഇത് വെള്ളയാണ്. അപ്പോൾ നമുക്ക് ഇതിന് നമുക്ക് പൊടി ഇടാം. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള അളവിന് നമുക്ക് രക്തചന്ദനം, വെള്ള രക്തചന്ദനമാണ്, വെള്ള ചന്ദനപ്പൊടി 1 സ്പൂൺ, 2 ചന്ദനപ്പൊടി ഇട്ടു. 2 ചന്ദനപ്പൊടി ഇട്ടു. ഇനി നമുക്കിടാനുള്ളത് മുൾട്ടാനി മിട്ടിയാണ്. അപ്പോൾ നമ്മൾ അടുത്തത് മുൾത്താനി മിട്ടിയാണ് ഇടുന്നത്. മുൾത്താനി മിട്ടി 2 കരണ്ടി നമുക്കിടാം. അപ്പോൾ നമ്മൾ എല്ലാ പൗഡറും ഇട്ടിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ തെറിച്ചു, ഇതിനെ നമ്മൾ നന്നായിട്ട്, ഞാനിതാണ് മുഖത്തിടാൻ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഇത് കുറച്ച് വെള്ളത്തിൽ കുഴച്ചിട്ട്, നമ്മളെ കയ്യിലിപ്പോൾ എന്താണുള്ളത്, ഞാൻ ചിലപ്പോൾ റൈസ് വാട്ടർ ഉണ്ടല്ലോ, നമ്മുടെ അരി കഴുകിയ വെള്ളം, അതിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട്. കഞ്ഞി വെള്ളത്തിൽ ഉപയോഗിക്കാറുണ്ട്.
അതേപോലെ തന്നെ പച്ചവെള്ളത്തിൽ ഉപയോഗിക്കാറുണ്ട്. പാലുണ്ടെങ്കിൽ പാലിൽ ഉപയോഗിക്കാറുണ്ട്. തൈരുണ്ടെങ്കിൽ തൈരിൽ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കൈവശമുള്ളത് അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വീട്ടിലിത് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ കയ്യിലിപ്പോൾ അരിപ്പൊടിയും മഞ്ഞളുമാണ് ഉള്ളെങ്കിൽ കൂടിയും ഉണ്ടെങ്കിൽ നമുക്ക് മഞ്ഞളും അരിപ്പൊടിയും മാത്രം ഇട്ട് ഒരു ഫേസ് ബോഡി സ്ക്രബ്ബർ ഉണ്ടാക്കി നമുക്ക് കുളിക്കണ നേരത്ത് മുഖത്തും കയ്യിലും ശരീരം മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാം. എങ്കിൽ പോലും നമുക്ക് നല്ല റിസൾട്ട് ഒരു നമ്മുടെ പച്ചരിയില്ലേ, റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ പച്ചരി ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റം വരും. അപ്പോൾ ഇപ്പോൾ നമ്മളെ കയ്യിൽ 1 2 3 4 5 6 ഞാൻ ഇട്ടിട്ടുണ്ട്. സോറി കേസിൽ ഒരു ഇൻഗ്രീഡിയൻസ് ഇടാൻ മറന്നുപോയി, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ അത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ അത് നല്ല ഫുൾ ബോഡി വൈറ്റനിങ്ങിന് നല്ലതാണ്. കോൺഫ്ലവർ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ഇതിൽ ചേർക്കാം. ഇപ്പം ഞാൻ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ടിട്ടുണ്ട്. ഇതെനിക്ക് ഒരാഴ്ചത്തേക്ക് കഴുത്തിലും കയ്യിലും മുഖത്തും പുരട്ടാനുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഇതാണ്. എൻ്റെ കയ്യിലെ ഈ ഇത് നന്നായിട്ട് ടാനൊക്കെ ഇത്തിരിയൊക്കെ മാറി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഈ കയ്യിൽ നല്ല വൃത്തിയായിട്ട് പിഗ്മെൻറ്റേഷൻ, നല്ല കരിവെളുപ്പുണ്ടായിരുന്നു. ഒരു ഇത്തിരി പോലെ മെച്ചപ്പെട്ടു. ഒരുപാട് മെച്ചപ്പെട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഉപയോഗിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് മാറ്റം ഉണ്ടായി. നമ്മൾ ഈ നിറത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഈ നിറത്തിലേക്ക് വരും. ഡെയിലി യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.